നമ്മളിപ്പോൾ എവിടെയുള്ള എന്നറിയാം നിങ്ങൾക്ക്? വേറെ എവിടെയില്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ്, കൊല്ലങ്കോട് അടുത്തുള്ള മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൊല്ലങ്കോടും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഗ്രാമങ്ങളിൽ 3-ാം സ്ഥാനത്തുള്ള ഒരു സ്ഥലമാണ്. ഏകദേശം 6 ട്രെയിനുകളാണ് ഇവിടെ ഉള്ളത്. 6 ട്രെയിനുകളാണ് ഇതിൽ പോണത്, ഈ ലൈനിലൂടെ പോകുന്നതെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറയാൻ കഴിയും. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇത് കാണാനായിട്ട്. ഈ ഒരു പാരാലും ഈ ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ വരുമ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട്. അല്ലാതെ വലിഞ്ഞു കയറി വരരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടിക്കറ്റ് എടുക്കാണ്ട് 1898 ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ മിക്ക റെയിൽവേ സ്റ്റേഷനുകളും അങ്ങനെയാണല്ലോ. ഇവിടെ എല്ലാം ഭംഗി തന്നെയാണ്. പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിന്റെ ഒരു ഭംഗിയാണ്. അപ്പൊ ഞാൻ കുറച്ച് മുതലമടയിലെ വിശേഷങ്ങൾ പറയാട്ടാ. വേറെ ഒന്നല്ല, നമ്മുടെ കേരളത്തിലുള്ള മലയാള സിനിമയിലെ ഏറ്റവും നല്ല സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് നമ്മുടെ വെട്ടം സിനിമ, വെട്ടത്തിലെ ദിലീപ, നടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാം. ദിലീപും നടിയും കൂടിയൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അവിടെ കോമഡി രംഗമൊക്കെ ഉണ്ട്. അതുപോലെ ആടുജീവിതം, ഹൃദയം, അങ്ങനെ കുറേ സിനിമകൾ, അതുപോലെ തമിഴ് സിനിമകൾ കുറേ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തെലുങ്ക് സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾ തന്നെയാണ്, ഈ പേരാലുകൾ തന്നെയാണ്. ഈ പേരാലുകളാണ് ഇതിൻ്റെ ഒരു ഭംഗി, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭംഗി എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഭംഗിയല്ല ഈ ഒരു സ്ഥലം, ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഈ കാണുന്ന മുത്തച്ഛനാലുകളാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഈ ആലുമയൊക്കെ തൂങ്ങി കിടന്നിട്ടൊക്കെ കുറേ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വള്ളിയുമൊക്കെ തൂങ്ങി കിടന്നിട്ട് അതിപ്പോൾ നിലവിൽ നിയമവിരുദ്ധമാണ്. അതായത് അങ്ങനെ തൂങ്ങി കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ വലുപ്പല്ലേ? ഇതന്നെ ഉണ്ടാവും ഒരു 100-200 വർഷം പഴക്കം മിക്കവാറും. ഇതിലെ ട്രെയിനൊക്കെ വരണ കാണാൻ നല്ല ഭംഗിയാണ്. എന്തായാലും ഇനി 5 മണിക്കാണ് ഇനി അടുത്ത ട്രെയിൻ, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല ഇവിടെ ട്രെയിൻ വരുന്നത്. നിങ്ങൾ ഇതുപോലത്തെ റെയിൽവേ സ്റ്റേഷൻ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാട്ടാ. മുതലമട പോലെ ഇത്രയും ആംബിയൻസ് ഉള്ള ഇത്രയും ഗംഭീര റെയിൽവേ സ്റ്റേഷനുകൾ വേറെ ഉണ്ടെങ്കിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാളൊക്കെ മുമ്പാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ളത്. നെല്ലിയാമ്പതി മലനിരകളിലെ കാപ്പി, തേയില തോട്ടങ്ങളിൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൽക്കരി തീവണ്ടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വാൽപ്പാറ, പറമ്പിക്കുളം, നെല്ലിയാമ്പതിയൊക്കെ ഇത് കണക്ട് ചെയ്തിരുന്നു. ഈ മുതലമട എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾ മുതലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ശരിക്കും മട എന്ന് പറയുമ്പോൾ മാട എന്നുള്ളൊരു അർത്ഥമാണ്. അതായത് മാവ് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. മാവ്, തെങ്ങ് എന്നുള്ളൊരു അർത്ഥമാണ് മാട എന്ന് പറഞ്ഞ വാക്കിന് വരുന്നത്. അപ്പോൾ ഈ മുതലമട എന്ന് പറഞ്ഞ സ്ഥലം കേരളത്തിലെ മാംഗോ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. മാവിൻ്റെ അയ്യരുകളായിരിക്കും ഇവിടെ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ സകലമാന മാങ്ങകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നീലൻ, അതുപോലെ കുറേ മാങ്ങകളുണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് ഈ പ്രിയൂര്, തൃശ്ശൂർക്കാർ പറയാം പ്രിയൂര് എന്നൊക്കെ പറയാം. പ്രിയൂര് അങ്ങനത്തെ കുറച്ച് മാങ്ങകളുടെ പേര് മൂവാണ്ടൻ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ പേരുകളൊക്കെ അറിയാം. എന്നാലും അങ്ങനെ സകലമാന, അൽഫോൺസ, അങ്ങനെയുള്ള സകലമാന മാങ്ങകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മാംഗോ സിറ്റിയാണ്. അപ്പോൾ ഈ മുതല എന്ന് പറയുമ്പോൾ മുതൽ എന്നുള്ളൊരു സംഭവമാണ് വരുന്നത്. മുതൽ എന്ന് പറയുമ്പോൾ തുടക്കം. അപ്പോൾ മാങ്ങ തോട്ടത്തിൻ്റെ തുടക്കം, മാവിൻ്റെ തുടക്കം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് മുതലമട എന്നുള്ളൊരു പേര് വന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സംഭവം എന്തായാലും അത് അടിപൊളി. ശരിക്കും രാവിലെ വരണ പഠിക്ക്, നട്ടുച്ച നേരത്തെ ഞാൻ വന്നത്. ഈ സമയത്ത് വന്നിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും ഭംഗിയുണ്ട് കേട്ടോ. നല്ല റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല അടിപൊളിയാണ്. നല്ല ആംബിയൻസും കിളികളിലൊക്കെ ശബ്ദമായിട്ട്. ഞാൻ ഇതേപോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇതുവരെ കണ്ടിട്ടില്ല. ഊട്ടിയിലുണ്ടെന്ന് പറയുന്നു. ഊട്ടിയിലേക്ക് ഞാൻ ട്രെയിനിൽ പോയിട്ടില്ല ഇതുവരെ. മറ്റേ ടോയ് ട്രെയിൻ പോലത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് ഗംഭീര റെയിൽവേ സ്റ്റേഷനാണ്. എന്താ പറയുക, വള്ളികളിലെ വലുപ്പം നോക്കി വെറുതെ എല്ലാ ആൾക്കാർ പിടിച്ച് തൂങ്ങണേ. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാരും പിടിച്ച് തൂങ്ങാൻ തോന്നുന്നു. ഈ പേരാലിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതായത് ഒരു വേര് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വള്ളികൾ വഴി തന്നെ അടുത്ത വേര് പിടിച്ച് അടുത്ത മരമായിട്ട് വളരും. അങ്ങനത്തെ ഒരു സംഭവമാണ് പേരാല്. നല്ല ആംബിയൻസും ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ആരോ പറയും ഓക്സിജന്റെ കലവറയാണ് ആലെന്നൊക്കെ. അതൊക്കെ ശരിയായിരിക്കും. പണ്ടത്തെ
ആൾക്കാർ പറയുന്നത് എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാനെങ്കിലും ആ കാര്യം ചിലപ്പോൾ ശരിയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വരുമ്പോൾ ഒരു സമാധാനം, സന്തോഷം, അത് ഓക്സിജൻ കൂടുതലുള്ള സംഭവത്താണല്ലോ കിട്ടുക നമുക്ക്. അതുപോലെ ഈ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ പ്രദേശത്ത് തന്നെ നല്ല രീതിയിൽ ഓക്സിജൻ്റെ അളവ്, അതായത് നല്ല ശുദ്ധവായു കിട്ടുന്നൊരു സ്ഥലമാണ് ഈ ഒരു പ്രദേശം തന്നെ. പിന്നെ പാലക്കാട് പിന്നെ പറയണ്ടല്ലോ, കേരളത്തിൻ്റെ നെല്ലറയാണ്. അപ്പോൾ പിന്നെ പാടങ്ങളൊക്കെ ഇവിടെ സ്ഥിര സാന്നിധ്യമാണ്. നോക്കി എന്താ വലിപ്പം, എങ്ങനെ പോയാലും 10-200 വർഷം പഴക്കമുണ്ടാവും.